ആലിക്കുട്ടി ഉസ്താദ് ഭൗതിക വിദ്യാഭ്യാസവും കൂടിയുള്ള വലിയ പണ്ഡിതനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ സവിശേഷത നമുക്കൊക്കെ ഇന്നിപ്പോൾ പത്രക്കാരൊക്കെ ഒരു ഒറ്റ വരിയിൽ എഴുതി അദ്ദേഹത്തെ ഓർക്കാറുണ്ടെങ്കിലും അദ്ദേഹം കുറെ കൂടി ആഴത്തിൽ ഓർക്കപ്പെടേണ്ട ആളാണ്. ലോക പണ്ഡിത വേദികളിൽ നമ്മുടെ ശബ്ദം എത്തിച്ച ഒരു പക്ഷേ ആദ്യത്തെ പണ്ഡിതനാണ് മഹാനായ ആലിക്കുട്ടി ഉസ്താദ്. അത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ വേറെ പലരെയും നമ്മൾ ഓർക്കാതിരിക്കുകയല്ല. നമ്മുടെ ആ ഒരു മണ്ഡലത്തിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്ന ആളുകൾ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അവർ അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ ഒരു തെറ്റും ഇല്ല. അത് ഒരു തെറ്റാണെന്ന് ഞാൻ പറയുകയുമല്ല. അതേസമയത്ത് ആലിക്കുട്ടി ഉസ്താദിൻ്റെ കാലം വന്നപ്പോൾ അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ച് ധാരാളം അറിവും ബോധവും ഒക്കെ ശേഖരിക്കാൻ പറ്റിയപ്പോൾ, മറ്റുള്ളവരോട് ചെന്ന് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭാഷാജ്ഞാനമൊക്കെ അദ്ദേഹത്തിനുണ്ടായപ്പോൾ, അദ്ദേഹം സമസ്ത പോലുള്ള വലിയൊരു പണ്ഡിത സഭയെ പ്രതിനിധീകരിക്കുന്ന ആളുകൂടി ആയതുകൊണ്ട് ജാമിഅ നൂരിയെ പോലുള്ള വലിയൊരു വിദ്യാപീഠത്തിൻ്റെ ഷെയ്ഖുൽ ജാമിഅ അതിൻ്റെ പ്രിൻസിപ്പളും റെക്ടറും ഒക്കെ ആയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി, വേൾഡ് മുസ്ലിം ലീഗ് തുടങ്ങിയിട്ടുള്ള വലിയ പണ്ഡിത വേദികളിലൊക്കെ ചെല്ലാനും കേരളത്തിലും ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാരുണ്ടോ എന്ന് അറബ് മുസ്ലിം ലോകം അറിയാനും ഇടമായിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ മുമ്പ് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെയൊക്കെ പരിമിതമായ അറിവിൽ ഇല്ല എന്നതാണ് വാസ്തവം. ഇവിടെ പാണ്ഡിത്യമില്ലാത്തത് കൊണ്ടല്ല, പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടുമല്ല, അതിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടുമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് വഫാത്തായ ദിവസം അന്ന് തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും ആദ്യം ആലിക്കുട്ടി ഉസ്താദിൻ്റെ അനുസ്മരണം നടത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, നിങ്ങളിപ്പോൾ കേട്ട സാക്ഷാൽ ഹക്കീം ഫൈസി തന്നെയാണ്. അദ്ദേഹത്തിന് എന്താ, ഹക്കീം ഫൈസിക്ക് എന്താ ആലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിക്കാനുള്ള അർഹതയില്ലേ? അദ്ദേഹം ആലിക്കുട്ടി ഉസ്താദിൻ്റെ ശിഷ്യനല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. ഏറ്റവും ആദ്യം അനുസ്മരണം നടത്തിയെന്ന ഒരു ഖ്യാതി അദ്ദേഹം നേടുമ്പോഴും ആ അനുസ്മരണം ഒരല്പം മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ്, ആ അനുസ്മരണം എന്നല്ല, ആ ഒരു പറഞ്ഞ വാക്കുകൾ, ഈ പറഞ്ഞ നിങ്ങൾ ഈ കേട്ട വാക്കുകളും മറ്റൊക്കെ ഒരു അല്പം മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ആലിക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 ദിവസം മുമ്പായിരുന്നെങ്കിൽ പോലും അത് എത്രത്തോളം നമ്മുടെ പ്രവർത്തകരെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനത് പറയാൻ ആലിക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു എന്നത് ഖേദകരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഏത് ആലിക്കുട്ടി ഉസ്താദിനെയാണ് അദ്ദേഹം പുകഴ്ത്തിക്കൊണ്ട് ഈ സംസാരിക്കുന്നത്? ഇദ്ദേഹം ഭാഗവക്കാകുന്ന മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ ആലിക്കുട്ടി ഉസ്താദിനെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സമയത്തും അദ്ദേഹത്തിന് നല്ല ബോധവും ഓർമ്മയും സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനുള്ള ശക്തിയും ആർജവവും അതിനുള്ള ബോധവുമൊക്കെയുള്ള സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം. അദ്ദേഹം സെക്രട്ടറി പോസ്റ്റിലിരിക്കുമ്പോൾ ആ സായാഹ്ന സദ്യയിൽ അദ്ദേഹം എടുക്കേണ്ടി വന്ന ഒരു തീരുമാനം, ആ തീരുമാനമാണ് CAC-ക്കെതിരെയുള്ള തീരുമാനം. ഹക്കീം ഫൈസിയെ പുറത്താക്കുന്ന തീരുമാനം. സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ സ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്നും ഹക്കീം ഫൈസിയെ പുറത്താക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെയാണ് നമ്മളോട് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഈ അലിവ്, ഈ ഹക്കീം ഫൈസി ഇപ്പോൾ കാണിച്ച് ഈ അലിവ്, ഈ കിനിവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ ആലിക്കുട്ടി ഉസ്താദിൻ്റെ ചാരത്ത് ചെന്ന് അദ്ദേഹം ആ ജനാസയുടെ അരികിൽ ചെന്നു നിൽക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ചേതനയറ്റതായിരുന്നു ആ ജനാസ, ചേതനയറ്റതായിരുന്നു ആലിക്കുട്ടി ഉസ്താദിൻ്റെ ആ ശരീരം. എന്നാൽ എത്രയോ അവസരങ്ങളുണ്ടായി ആ ശരീരത്തിന് ജീവനുണ്ടായിരുന്ന, ജീവൻ്റെ തുടിപ്പുണ്ടായിരുന്ന, മജ്ജയും മാംസവും ചലിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ ബോധമുണ്ടായിരുന്ന ഒരു ഉസ്താദ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദിവസങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്കൊക്കെ ഇതിൽ വലിയ പാഠമുണ്ട്. ആ സമയത്തൊന്നും അദ്ദേഹത്തിന് ഇങ്ങനെ പറയാനോ, ഉസ്താദിൻ്റെ അടുക്കൽ പോയിട്ട് ഉസ്താദെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ മാപ്പാക്കണം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇന്നും ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നു പോയതാണ്, എൻ്റെ ഭാഗത്തുള്ള വിഷയങ്ങൾ ഇന്നതൊക്കെയാണ്, ഇതാ നിങ്ങൾക്കെന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ക്ഷമിക്കണം എന്നെങ്കിലും അദ്ദേഹം ആലിക്കുട്ടി ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ നമുക്ക്, അദ്ദേഹത്തിൻ്റെ ഈ വായ്ത്തുപാട്ടുകൾ ആത്മാർത്ഥമെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത് പറയാൻ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുന്നതുവരെ കാത്തുനിന്നു എന്നത് ഖേദകരമല്ലേ? അപ്പോൾ ഈ ഒരു വാചാലമായി അദ്ദേഹം പ്രസംഗിക്കുന്ന ഈ പ്രസംഗം, ഈ അനുസ്മരണം കേവലം വാചോടാപങ്ങളായ കാപഢ്യങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ ഇതിലും വലിയ ഒരു തെളിവും വേണ്ട. ആലിക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ദൃഢഗാത്രനായ സമയത്ത് നടത്തിയ പ്രസംഗം, ആ പ്രസംഗം നമ്മളൊക്കെ കേട്ടതാണ്.
ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇനിയും അവസരങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വഫാത്തായിട്ടില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹവും നമ്മളെല്ലാവരും ആദ്യം ആരാണ്, ഞാനാണോ, ഹക്കീം ഫൈസിയാണോ, ജിഫ്രി തങ്ങളാണോ ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് യാത്ര പറയുക എന്ന് ആർക്കും അറിയില്ല. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഏത് സദസ്സിലും പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, കാനു ഫി ളുഹൂരിൽ അർളി ഫസകനു ഫി ബുതൂനിഹ. അവരൊക്കെ ഈ ഭൂമിക്ക് മുകളിൽ താമസിച്ചവരായിരുന്നു, ഇപ്പോൾ അവർ ഭൂമിക്കടിയിലാണ് താമസിക്കുന്നത്. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് ഔ കമാക്കാൽ. ഇതിനോട് സാദൃശ്യമായ എന്തോ ഒരു പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതൊരു വലിയ ആശയമായിരുന്നു. ഈ ആശയം നമുക്കൊക്കെ ബാധകമാണ്. ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ച എത്രയോ ആളുകൾ ഇന്ന് ഭൂമിക്ക് മുകളിലാണെങ്കിലും നാളെ ഭൂമിക്ക് അടിയിലാണ്. അതാരുമാവാം. അതിനു മുമ്പ് നമ്മളിൽ വന്നു പെട്ടിട്ടുള്ള ആശയക്കുഴപ്പങ്ങളാണെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ അത് തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണ്ടേ. എൻ്റെ ഭാഗത്തുനിന്ന് വന്നതാണെങ്കിൽ, ഞാനും സമസ്തയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഞാനത് ഉസ്താദുമാരെ കണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകണ്ടേ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഞാനത് തിരുത്തി മുന്നോട്ട് പോകണ്ടേ. ഇതേപോലെ ഓരോ ഹക്കീം ഫൈസിയും ഇത് ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയാണ്.